മൈക്ക് കുറച്ച് എടുത്ത് വെച്ചത്. ഈ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും എൻജോയ് ചെയ്തൊരു യാത്ര ഉണ്ടായിട്ടില്ല. അതിന് ഇതിന്റെ കമ്മിറ്റിക്കാർക്ക് പ്രത്യേകിച്ച് നമുക്ക് കുറഞ്ഞ ചെലവില് ഇത്രയും നല്ലൊരു യാത്ര സംഘടിപ്പിച്ച എല്ലാ കമ്മിറ്റിക്കാർക്കും നമ്മൾ പറയണ്ടല്ലോ നമ്മളെല്ലാം ഉണ്ടാക്കിയത്. എന്ത് വന്നാലും കടായി അടിപൊളി കടായി സെറ്റ് മോരുകറി അടിപൊളി. പോലെ കുറഞ്ഞ ചെലവില് വേറെ അത്രയും നല്ലത്. പിന്നെ യാത്രയെ കുറിച്ച് പറയാച്ചാൽ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമായി. ഞാൻ എന്നോട് സുജായിച്ച് ചോദിച്ചപ്പോ തന്നെ ഞാൻ ഫസ്റ്റ് ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ണിയേട്ടനില്ലാന്ന് പറഞ്ഞിരുന്നു. ഉണ്ണിയേട്ടൻ പിന്നെ ഉണ്ണിയേട്ടന്റെയും സജീന്റെയും പിന്നെ ഞാൻ ഇവരില്ലാന്ന് പറഞ്ഞതായിരുന്നു കുഞ്ഞുമണിയും ഇവരൊക്കെ. എന്റെ പണിയാണ് അത് പിന്നെ പറഞ്ഞാണ്ട് പോലെ പിന്നെ ഇങ്ങോട്ട് ഇതിക്ക് വലിച്ചിട്ടത് ഞാൻ. പിന്നെ എന്റെ അച്ഛനും അമ്മയും പോലെ പറഞ്ഞ മാതിരി എങ്ങോട്ടും ഞങ്ങളായിട്ടും കൊണ്ടുപോകലില്ല. ഈ പാണ്ടിക്കാട് വരെ പോരലുള്ളൂ. അപ്പൊ ഓരും തന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്ന വളരെ സന്തോഷമായി. പിന്നെ അമ്മമ്മ അത്രയും ഇതായിട്ട് വന്ന് നമ്മളെ ഇതായാലും നിന്ന് ഒരു കുഴപ്പമില്ലാതെ. പിന്നെ എല്ലാവർക്കും എല്ലാം പറ്റിഞ്ഞപ്പോ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഉണ്ടാവും ഇതേപോലെ തന്നെ ആണെങ്കിൽ. അത്ര ഉള്ളു പറയാൻ. അടിപൊളി. ഓക്കെ, താങ്ക് യു വിജിത. അടുത്തതായിട്ട് ആ ഉണ്ണി പറഞ്ഞല്ലേ ഇപ്പഴത്തെ കുട്ടൻ പറഞ്ഞ നമ്മളെ വലിയ അടുത്തമ്മ എത്രയും പെട്ടെന്ന് ഈ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. മൈക്കിന്റെ വയറിന് നീളം കുറവാണ്, അതുകൊണ്ടാണ്. ഏടത്തിയമ്മ അതേപോലെ തന്നെ ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടാണ് നമ്മളുടെ കൂടെ പോന്നിട്ടുള്ളത്. അപ്പോ ഏടത്തിയമ്മയുടെ യാത്രയുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക. മൈക്ക് എങ്ങനെ പിടിച്ചോ? മൈക്ക് അങ്ങനെ ഹലോ, എല്ലാവർക്കും ആദ്യം ഒരു നന്ദി അറിയിക്കാം. നമസ്കാരം. പിന്നെ എൻ്റെ ജീവിതത്തിലെ 45 വർഷം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് തറവാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു ടൂർ പോകുന്നത്. പിന്നെ അമ്മയ്ക്ക് ഇത്രയും പ്രായമായിട്ട് അമ്മയ്ക്ക് പോരാൻ പറ്റിയത് അത്രയും വലിയ സന്തോഷവും. പിന്നെ ഞാന് എല്ലാം ഒഴിവാക്കിയിട്ടാ ഇന്ന് ടൂർ പോകുന്നത്. പശു കുട്ടികളും എല്ലാം ഒഴിവാക്കിയിട്ട്. അപ്പൊ എല്ലാവർക്കും ഇനി ടൂർ പോകുമ്പോ ഞാനും ഉണ്ടാവും, എവിടെയാണെങ്കിലും എവിടേക്ക് പോവുകയാണെങ്കിലും. സുജയ്ക്ക് നമസ്കാരം. ഞാൻ ചുരിദാറൊക്കെ വന്ന് ആദ്യമായിട്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ചുരിദാറുള്ളത്. അപ്പൊ ചുരിദാറിട്ടെല്ലാരും പോന്ന് അതിന്റെ ഒപ്പം എന്നെയും ചുരിദാറിട്ട് കൊണ്ടുവന്നതിന് സുജാത മേഡത്തിനും ജിഷയ്ക്കും മേഡം തന്നെയല്ലേ? അത് മേഡമല്ല, എന്റെ കുട്ടിയാണ് കേട്ടോ. കുട്ടികളാണ് ജിഷി, സുജ, കുട്ടൻ. ഞാൻ വന്നപ്പോ ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും എന്റെ ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയ്യടി കൊടുക്കും. അടുത്തതായിട്ട് എന്തൊരു പ്രിയതമ അതിൻ്റെ ഉണ്ടാവും. പ്രിയതമയെ ഒന്ന് വിളിക്കൂ, അനുഭവങ്ങളൊന്ന് പങ്കുവെക്കൂ. മൈക്ക് വയറിന് നീളല്ല, അതുകൊണ്ടാണ് മൈക്കിന്റെ വയറിന് നീളല്ല. അല്ല പെട്രോൾ പമ്പ് നോക്കണ്ടോ?
എന്നിട്ട് ഇതിനെല്ലാം കോർഡിനേറ്റർ നാണിമാമയ്ക്കും എൻ്റെ 1000 മുമ്പിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനും ക്ലീനർ ചേട്ടനും നന്ദി പറയുന്നു. കാരണം കട്ട സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. എല്ലാത്തിനും ഫ്രീയായി കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കുറവുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എല്ലാവരും, റോസ് മാത്രമല്ല നമ്മുടെ സിസ്റ്റേഴ്സും അമ്മമാരും എല്ലാവരും ഫ്രീയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ടൂർ വളരെയധികം മനോഹരമായ ഒരു ഓർമ്മയാക്കി മാറ്റിയിരുന്നു. താങ്ക് യു സോ മച്ച്. മൈക്ക് അടുപ്പിച്ചു പിടിക്കും. നമ്മുടെ യാത്ര നല്ല ഞാനിതേപോലെ ഫാമിലി ആയിട്ട് ഇതുവരെ പോയിട്ടില്ല. ഇതിപ്പോ അടിപൊളിയായിരുന്നു. പിന്നെ സുബീഷേട്ടൻ ഇല്ലാത്തതിന്റെ ഒരു വിഷമമുണ്ട്. പിന്നെന്താ, ഫുഡ് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. പിന്നെ ഇതിന് ഭാരവാഹികളൊക്കെ നല്ല അഭിനന്ദനം, താങ്ക്സ്. പിന്നെ നമ്മൾ ഇത്രയും പേരിൽ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എത്രയുള്ള എനിക്ക് പറയാം. ഓക്കെ 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 ഓക്കെ. അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കട്ടെ രാജുക്ക്, നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി. അടുത്തതായിട്ട് ഷീജ കോട്ടയിൽ. ഹലോ, ഈ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം സുജ ഈ യാത്രയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് പോരണമെന്ന് താല്പര്യപ്പെട്ടിരുന്നില്ല. നമ്മളുടെ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് ഞാൻ ഈ യാത്രയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ എന്റെ യാത്ര തന്നെ, ഞാൻ പോരാ കാരണം തന്നെ എന്റെ ഫാമിലി ആയിരിക്കും, അല്ലേ സത്യം? അപ്പോ ഈ യാത്ര അത്രയും സന്തോഷകരമായൊരു അനുഭവം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ യാത്രയിൽ നമ്മളും പോകണമെന്ന് എന്റെ ഫാമിലി എത്രയും നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ എന്റെ ഫാമിലിക്ക് ഈ യാത്ര എത്രത്തോളം സന്തോഷമായിരുന്നു എന്നൊന്ന്, ഫാമിലി എന്ന് പറഞ്ഞാൽ അത് നല്ലതായിരിക്കും. ഫാമിലി വരൂ പ്ലീസ്, ഒരു 2 വാക്ക് സംസാരിക്കാം. സത്യത്തിൽ ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്, ഞാൻ വീണ്ടും പറയാണ്, സുജ ആണ്. അപ്പോ ഈ യാത്രയുടെ നമ്മൾ ഹലോ, പിന്നെ ഒരു അറിയിപ്പുണ്ട്. ഊട്ടി വർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം. ഇവിടെ പിന്നെ ഗൂഡല്ലൂർ ഇവിടുന്ന് വേണമെങ്കിൽ മേടിക്കാം. അല്ല, അവിടുന്ന് എല്ലാരും മേടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇനി ആർക്കും വേണ്ടല്ലോ? വേണ്ട, അവിടുന്ന് മേടിച്ചു. വേണ്ട, പോവാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, ഈ യാത്ര അതായത് നമുക്ക് എന്തൊരു പരിപാടിയാണെങ്കിലും ഇതിനൊരു തുടക്കം കുറിക്കണമല്ലോ, എന്നാലല്ലേ ആ പരിപാടി മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ള സുജയാണ്. അപ്പോ ഈ ഒരു പരിപാടി എന്തൊരു അഭിനന്ദനങ്ങൾ, നല്ല പരിപാടി ആയി എന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. അപ്പൊ ഈ നല്ല പരിപാടി ആവുമ്പോൾ അതിനെ അഭിനന്ദിക്കുക എന്നുള്ളത് നമ്മളുടെ കർത്തവ്യമാണ്. അപ്പോ ആ കർത്തവ്യത്തിൽ എല്ലാവരും പങ്കുചേരുക. ഫാമിലി അവിടെ ഉറങ്ങിയിട്ടൊന്നുമില്ല, വേഗം വരിക, 2 വാക്ക് സംസാരിക്കുക. ഇങ്ങോട്ട് വരിക, വേഗം വരിക. സമയമില്ല. ഇറങ്ങാൻ പോകുന്നു. അപ്പൊ മൈക്കിന് വയറ് നീളല്ല, അതുകൊണ്ടാണ്. തമിഴ്നാട് കഴിഞ്ഞു, വയറ് നീളല്ല, അല്ലേയാണ് മൈക്കിന് കൊണ്ടുവന്നത്. നീളില്ലാത്തൊരു വയറ്. 2 വാക്ക് എന്താണ്? അല്ലെങ്കിൽ അടുത്ത പരിപാടിക്ക് തന്നെ കൊണ്ടുപോകും കേട്ടോ. ഇത് കൊണ്ടോടെ കാര്യമല്ലോ, പോരുവല്ലോ. അല്ല, ഞാൻ നിങ്ങൾ പോലെ അത്ര സ്നേഹമാണ്.
അല്ല ഇത് പറഞ്ഞാൽ നമ്മള് ഇതിന് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ടെങ്കിൽ സുജയ്ക്കുമാണ്. അല്ലാതെ എനിക്ക് ഇതില് യാതൊരു അഭിനന്ദനങ്ങളുമില്ല. ഈ യാത്ര നമുക്ക് വേണ്ടി ഇത്രയും എഫക്ട് എടുത്ത് 3-4 മാസം മുന്നേ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ആണ് ഞാൻ പറയുന്നത്, ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമുക്ക് സന്തോഷം പകരുന്നൊരു അനുഭവമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിലെ ആദ്യത്തെ നന്ദി പറയേണ്ടത് നമ്മൾ സുജയോടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എല്ലാവരോടും നിർബന്ധിക്കുന്നത്. അപ്പൊ ഇതിന്റെ സുജയ്ക്ക് ഒരു നന്ദി അറിയിക്കുമ്പോ ഓക്കെ അടുത്ത പ്രോഗ്രാം ഇതും ബമ്പം പരിപാടിയാക്കാൻ തോന്നുന്നു. ഓക്കെ 2 വാക്ക് വയർ നീളല്ല അതുകൊണ്ട് വന്നോ ഇത്രയും വിളിച്ച് പറഞ്ഞ പേരല്ല കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടൊന്നല്ല 4-5 തവണയായിട്ട് ഊട്ടിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഫാമിലിയുടെ കൂടെ പോയപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ചേച്ചി അനിയത്തി ഞങ്ങൾ കുടുംബങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ 2 വർഷമായിട്ടില്ല. പക്ഷെ അന്നും കൂടി ഞാൻ ഇത്ര എൻജോയ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് എൻജോയ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കമ്മിറ്റിക്കാർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു. നല്ലൊരു കൈ കേട്ടോ. അത്രയെങ്കിലും പറഞ്ഞില്ല. നല്ലൊരു കൈ. അടുത്തതായിട്ട് ഈ കമ്മിറ്റിക്ക് വേണ്ടി ആരാ ഉറങ്ങാതെ നിൽക്കുന്നത്? ശ്രീയ കണ്ണ അവിടെ ആരോ ഉറങ്ങാത്ത ഉറങ്ങുന്ന ആൾക്കാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ ശരിയല്ലല്ലോ. എല്ലാരും ഉറങ്ങിയോ? അല്ലേ എല്ലാരും അഭിനയിക്കുകയാണെന്ന് തോന്നുന്നേ ഉറക്കാൻ. ഹലോ കുട്ടമാമ, കുട്ടൻ ഒരു 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി കുട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. കുട്ടൻ ഉറങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ചു. ഉറങ്ങിയോ? ഉണ്ണിക്ക് ഉറങ്ങിയോ? ശരി ഉറങ്ങിയോ? പിന്നെ അതേപോലെ തന്നെ ഈ യാത്രയെ പറ്റി, ഈ യാത്രയ്ക്ക് വേണ്ടി യാത്രയിൽ പങ്കെടുക്കാൻ നമ്മുടെ ഫാമിലിയിൽ തന്നെ എത്തിയിട്ടുള്ളത് ഒരാൾ ഹരിയാണ്. അതായത് ഈ യാത്ര നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞിട്ടും ഓൻ ഊട്ടി പോയിട്ടുണ്ട്. എന്നിട്ടും നമ്മളെ കൂടെ പോരണം എന്നുള്ളൊരു ആഗ്രഹം അവരുണ്ട്. അപ്പൊ അതായത് നമ്മളെ കൂടെ പോരുമ്പോ അത്രയും ഒരു ഹാപ്പി സന്തോഷം ഉണ്ടാവും എന്നുള്ളൊരു കണക്കൂട്ടലാണ് അവനും നമ്മളുടെ ഈ യാത്രയിൽ പങ്കുചേർന്നിട്ടുള്ളത്. 2 ദിവസത്തെ ലീവ് എടുത്തിട്ടാണ് അവൻ വന്നത്. അപ്പോ ഹരി ഈ യാത്രയിൽ പങ്കെടുത്തു. അപ്പോ ഹരി 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഹലോ, എന്നാണ് ഹരി? പറയൂ. ഹരി മൈക്ക് ഓഫാക്കി പറയല്ലേ. എന്താ പറയുന്നത്? യാത്രയൊക്കെ സൂപ്പറായിക്കണ്. ഞാൻ ഊട്ടിക്ക് ഒരു 10 തവണയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഒരു വേറെ അനുഭവമാണ്. ഫാമിലി ആയിട്ട് പോണോണ്ടാണ് ഞാൻ ഈ യാത്രയിൽ പങ്കെടുത്തത്. അപ്പൊ എല്ലാം കൊണ്ടും സൂപ്പറായിക്കണ്. അടിപൊളി. നല്ലൊരു കൈയടി. അപ്പൊ അരിയും പറയുന്നത് അത് തന്നെയാണ്, ഫാമിലി ആയതുകൊണ്ടാണ് ഇതില് പങ്കെടുക്കാൻ. അടുത്തതായിട്ട് അർജുനും അതേപോലെ തന്നെ ഈ പോയിട്ടില്ലല്ലേ, നിങ്ങളുടെ നാളെ പോയതല്ലേ? അതെ, അതേപോലെ തന്നെ അർജുന്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുൻ ഇടുക്കിയിൽ പോകേണ്ട ആളാണ്. അപ്പോ ഈ ഫാമിലി ട്രിപ്പിൽ പങ്കെടുക്കുക അവന്റെ വലിയൊരു മോഹമായിരുന്നു. ആ മോഹം സാധിച്ചു. ഒരു വലിയൊരു എൻജോയ്മെന്റ് ആയിരിക്കും എന്നുള്ളൊരു ഉറച്ചൊരു വിശ്വാസത്തിലാണ് അർജുൻ തന്നെ ഈ യാത്രയിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്. അപ്പൊ അർജുന്റെ 2 വാക്കിനായി എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. അർജുൻ പ്ലീസ് വെൽക്കം. അനുഭവങ്ങൾ പറയൂ.
ടൂറ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഇടുക്കി പോക്ക് ചെറുതായിട്ട് നീട്ടിയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഫുള്ള് എൻജോയ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണേട്ടനെ എല്ലാവരെയും ഒപ്പം കിട്ടി. ശ്രീനേട്ടനെ എല്ലാവരെയും ഒപ്പം കിട്ടാത്തതാണ്. എല്ലാവരും ഒപ്പം കിട്ടി. ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയാണ്. ഹാപ്പിയാണ്. എല്ലാരും നല്ല വൈബാണ്. അടിപൊളിയാണ്. ചിന്നു 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. മൈക്കിന്റെ വയറിന് നീളം കുറവാണ്. അതാണ് എല്ലാരും ഇങ്ങോട്ട് വിളിക്കുന്നത്. ടൂർ അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടിക്ക് പോണത്. നല്ലൊരു കൈ എടുത്തോ. ആദ്യത്തെ തന്നെ അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു. എല്ലാരും ഒരേ വൈബായതുകൊണ്ട് അടിപൊളിയായിരുന്നു. സന്തോഷായോ? അല്ല അത് ഞാൻ സർപ്രൈസ് ആണ്, ഞാൻ പിന്നെ പറഞ്ഞോളാം. അല്ല സന്തോഷായില്ലേ? ഹാപ്പി. അപ്പോൾ ചിന്നുവിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ചിന്നു ഹാപ്പിയാണ്. അടുത്തതായിട്ട് അനു വരും. അല്ല സർപ്രൈസ് വിളിക്കണ്ടേ? സർപ്രൈസ് ബാബാ. അനു അല്ല പിന്നെ അനുവിനെ പറഞ്ഞോ? എന്നായിക്കോട്ടെ. എന്നാ സർപ്രൈസ് ഞാൻ തന്നെ പൊളിക്കാട്ടോ. അതായത് പിന്നെ അനു ആണ് പിന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി വേണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് എന്നോട് കേട്ടോ. അവർക്ക് ചിക്കൻ ബിരിയാണി തിന്നിട്ട് ഒരു എൻജോയ്മെന്റ് വേണം എന്നുള്ളൊരു പിന്നെ കാര്യങ്ങളൊക്കെ അനു എന്നോട് പറഞ്ഞു. അനു ചിന്നു കുറച്ച് ചെറുതായിട്ടൊക്കെ പറഞ്ഞിരുന്നു. അനുവാണ് എന്തായാലും കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോ അനുവിന് അതൊരു പരാതിയായിരിക്കും ചിലപ്പോ. അനു അപ്പൊ അടുത്ത പ്രോഗ്രാമില് ആ ചിക്കൻ ബിരിയാണിയുടെ കാര്യം നമ്മൾ പരിഗണിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ട്രെയിനറും പറഞ്ഞിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ് ഒന്നുകൂടി നല്ലത്. അത് കേട് വരാതിരിക്കാൻ കൂട്ടിക്കുള്ളൂല്ലേ? അതാണ് അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ. അപ്പൊ എന്തറിയോ, അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്ക് അടുത്ത പ്രോഗ്രാമിന് അതിന്റെ ഇതിലെ പോരായ്മകൾ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവരും പരിഹരിക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് അതല്ല പൊതുവായിട്ടുള്ള ചർച്ചകൾ വരാവുന്നതാണ്. അതാണ്. അല്ല ഈ യാത്രയില് തുടക്കം മുതലേ പിന്നെ പറഞ്ഞെന്ന കാര്യമാണ്. അങ്ങനെ ഒരു അഭിപ്രായം അവർക്ക് ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയൊക്കെ വേണം, ഇല്ലാതെ എന്തൊരു ഊട്ടി യാത്രയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ വെട്ടി കുറച്ചിട്ടുണ്ട്. അപ്പോ അനു അതിലൊന്നും വിചാരിക്കരുത് കേട്ടോ. അനുവിനോട് അല്ല, അനു ഉറങ്ങാണ്. അപ്പൊ നാളെ നമ്മള് വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോ അനു കേട്ടോളൂ. ഓക്കെ. അടുത്തതായിട്ട് മുത്തുമോളും അതേപോലെ തന്നെ ഈ യാത്രയിൽ പങ്കെടുക്കണം അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ മുത്തുമോളും നല്ല എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോ മുത്തുമോളുടെ ഒരു അനുഭവങ്ങൾ നിർദ്ദേശങ്ങളും ഈ കമ്മിറ്റിയുമായി പങ്കുവെക്കാൻ മുത്തുമോളെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാരും മുത്ത് നല്ലൊരു കൈയ്യടി വെക്കണം, എന്നാലേ ഉള്ളു പേരുള്ളൂ പറഞ്ഞേ. ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങിയിരുന്നില്ല. ഉള്ള ആക്റ്റീവാണ്. അതൊക്കെ കുഴപ്പമില്ല. ആരും അറിയില്ല. ഉറക്കഭിനയിക്കുകയാണ്. പറയൂ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും. സന്തോഷമാണെങ്കിൽ ആ സന്തോഷം ഉറത്ത് പറയാൻ കേട്ടോ. ഓക്കെ. അതാണ് അതെന്തോട് സീനിയറാന്ന് പറയുന്നത്. നല്ലൊരു കൈയടി. എന്താ പറയാ, ആദ്യമായിട്ട് ടൂറിന്റെ കമ്മിറ്റി അംഗങ്ങൾക്ക് വലിയൊരു നന്ദി പറയുന്നത്. അതാണ്. ഓക്കെ. പിന്നെ കുഞ്ഞമ്മായിനാണ് മെയിനായിട്ട് താങ്ക്സ് പറയാനുള്ളത്. നമ്മളെ ഫാമിലിയില്
വെല്ലിച്ചന്റെ തന്നെ ഷീജോല്യമ്മേന്റെ ഒക്കെ ഫാമിലി പല ടൂറും പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയും നമുക്കും പോകണം. അപ്പൊ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ പ്രശ്നം വെച്ചാൽ നമ്മളിൽ ഇപ്പൊ ഈ ഒരു ബസ്സിൽ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കൊള്ളുന്നുണ്ടാവില്ല. നമ്മളത്ര ആൾക്കാരുണ്ട്. പക്ഷെ വെല്ലിച്ചൻ അവിടുത്തെ കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പൊ അവരെങ്ങനെ ചെറിയ ബസ് പോയി. അതാണ്. അപ്പൊ നമ്മളെന്താ വെച്ചാ ആ ഒരു ഇതില് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇപ്പൊ യാത്ര രാവിലെ തൊട്ട് സുബൈക്ക് ഇറങ്ങിയതാ. അപ്പൊ രാത്രി വീട്ടിലേക്ക് എൻജോയ്മെന്റ് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ഒക്കെ നടക്കാണ്. അത് ഇപ്പൊ ഊട്ടി കണ്ടതിനെക്കാട്ടി ഊട്ടി ആദ്യമായിട്ടാണ്. പക്ഷെ ഊട്ടി കണ്ടതിനെക്കാട്ടിലും എൻജോയ്മെന്റ് യാത്രയാണ്. നമ്മൾ ഈ ഒരു പോക്കാണ് ഭയങ്കര വൈബ്. ഇത് കണ്ടോ, നിൽക്കാൻ പോലും സ്ഥലമല്ല 2 സൈഡിൽ ചാടാൻ. പക്ഷെ ഞങ്ങൾ അതിൽ നിന്ന് ചാടുന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഊട്ടി ഒന്നും പറയാല്ല, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഈ പോണ നമുക്ക് അമ്മായി പറഞ്ഞ മൈസൂരില്ല നെക്സ്റ്റ്. അപ്പൊ നമുക്ക് അടുത്തേക്കുള്ളത് വരെ അമ്മായിക്ക് കോർഡിനേഷൻ. വേറൊരു കാര്യം, അമ്മായിയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നൽകിയത്. എന്നിട്ട് അടുപ്പിച്ച് മാമ ഗൾഫിൽ നിന്ന് വന്നിട്ട് മാമനും അമ്മായിയും കൂടെ ഊട്ടിയിൽ പോയി. ആയിക്കോട്ടെ, അല്ല എന്തായാലും ഊട്ടി പോയി. ഇതെന്ത് പഠിച്ചു വെച്ചോ? ഞങ്ങളിപ്പോ വന്നു പഠിച്ചാണ് കോർഡിനേഷൻ. ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയായിട്ടും നമ്മുടെ യാത്രയെ കുറിച്ച് ഒരു ബാഡും ഇല്ല. ഒക്കെ അടിപൊളിയാണ്, സെറ്റാണ്, വൈബാണ്, സൂപ്പറാണ്, അടിപൊളി. ഓക്കെ നല്ലൊരു ഗൈഡ്, നല്ലൊരു ഗൈഡ്, നല്ലൊരു ഗൈഡ്. എല്ലാ വിശദമായി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ഗൈഡ് കൊടുക്കുക. അടുത്തതായിട്ട് ആരോ ഉറങ്ങാതെ നിൽക്കണതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. കാരണം ഓരോരുത്തരും നിരീക്ഷിക്കണം കേട്ടോ, ആരാ ഉറങ്ങ. ശ്വേതമോൾ, ഹലോ. ശ്വേതമോളും അതേപോലെ തന്നെ ശ്വേതമോള് പിന്നെ ഫാമിലി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശ്വേതമോള് മാത്രമേ ഉള്ളൂ. അവരുടെ അച്ഛനോ അമ്മയും ഈ യാത്രയിൽ പങ്കെടുത്തിട്ടില്ല. ശ്വേതമോള് മാത്രം ആണ് ഈ നമ്മളുടെ കൂടെ ഉള്ളത്. ശ്വേതമോൾക്കും തന്നെ ഈ യാത്ര വലിയൊരു സന്തോഷം തരുന്ന അനുഭവം ആവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ശ്വേതമോൾ നമ്മളുടെ ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോ ശ്വേതമോളും തന്നെ ഈ യാത്രയെ പറ്റി വിശദമായി സംസാരിക്കും എന്ന് വിചാരിക്കുന്നു. അതായത് അടുത്ത യാത്ര എങ്ങോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം പറയാം. ഓക്കെ, പറയൂ. ടൂർ അടിപൊളിയായിരുന്നു. ഞാൻ ഊട്ടി പോണ 4ാമത്തെ തട്ടാണ്. അതിലേറെ വൈബായിരുന്നു ഇത്. എന്നാലും അച്ഛന്റെ അമ്മയുടെ ഒക്കെ കാര്യത്തിനും ഒപ്പം പോണത് ബസ്സിൽ ഇത്ര ആൾക്കാരൊപ്പം പോണേ അടിപൊളിയാണ്, വൈബാണ്, സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടു? പിന്നെ കൂട്ടൂലേ യാത്ര ഇഷ്ടപ്പെട്ടു. അടുത്ത എങ്ങോട്ടാ പോകണ്ടേ? മൈസൂര്. മൈസൂര്. ഓക്കെ, അപ്പൊ നല്ലൊരു കൈ ഇട്ടോ. മൈസൂരിക്കാണ് അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞത്. ഹലോ, അടുത്ത കൃഷ്ണേട്ടൻ ഉറങ്ങിയോ? ശ്രീരാഗ്. അതേപോലെ തന്നെ ശ്രീരാഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, ഞാൻ ഈ യാത്രയില് പിന്നെ ഉണ്ടോ ആണോ പോണ്ടേ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. അപ്പൊ ഒരു 10-30 ആളായിട്ടുണ്ടാവും അല്ലെ. എന്നിട്ടാണ് ഞാൻ അതില് പേര് തന്നത്. അത് ഞാൻ പേര് തരാൻ കാരണം ശ്രീരാഗാണ്. പറഞ്ഞു, അച്ഛാ എല്ലാരും പേര് കൊടുത്തു, ഇനി നമ്മള് പേര് കൊടുത്തിട്ടില്ല നമ്മളെ കൊണ്ടുപോരാ, അപ്പൊ നമ്മള് പേര് കൊടുക്കണം പെട്ടെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പേര് തന്നത്. അപ്പൊ ഓരും തന്നെ ഈ ഒരു യാത്ര ഭയങ്കര ഒരു എനർജി അനുഭവമായിരിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ പിന്നെ ഈ യാത്രയിൽ പങ്കെടുത്തിട്ട്. അപ്പൊ ഓന്റെ അനുഭവം ഒന്ന് പങ്കുവെക്കുക. ഓക്കെ, ഓടി വരൂ. ഹലോ, ടൂർ പ്ലാൻ ചെയ്യുന്നല്ലോ ഫസ്റ്റ്. അപ്പൊ എല്ലാരും പോലെ നമ്മള് ഗ്രൂപ്പിൽ ഞാനങ്ങനെ ആക്റ്റീവ് ഒന്നല്ല, ആരും അങ്ങനെ ഗ്രൂപ്പൊന്നും നോക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു വല്ല വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ വല്ല ഹാപ്പി ബർത്ത്ഡേയോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വരും, എന്നിട്ട് കുറച്ച് വിശ്വസം ഇടും. അത് കഴിഞ്ഞു അപ്പൊ അതിങ്ങനെ ടൂറിന്റെ പ്ലാൻ ഇങ്ങനെ വന്നപ്പോ ടൂറോ നമ്മളോ പൂവേ ഇതൊന്നും ഇപ്പൊ നടക്കുവോ? ഇത്രയും ആൾക്കാരില്ലേ നമ്മള്, ഇത്രയും ആൾക്കാര് ഒരുമിച്ചൊരു ബസ്സിൽ പോവാന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പൊ നടക്കണ്ടാവില്ലായിരുന്നു. അതിപ്പോ 1-2 ദിവസം കഴിഞ്ഞാൽ അതാണ് കഴിയുന്നില്ല.
പക്ഷെ 1-2 ദിവസം കഴിഞ്ഞ് 3, 4, ഒരാഴ്ച, 2 ആഴ്ച അങ്ങനെ കഴിഞ്ഞ് വന്നപ്പോ ഇങ്ങനെ എല്ലാരും ആവേശത്തോടെ ഇങ്ങനെ സ്ട്രെങ്ത് കൂടി വന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവായി എല്ലാരും അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ ഇതിപ്പോ സംഭവം എല്ലാം ഓക്കെ ആവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ എന്തായാലും പേര് കൊടുക്കുകയാണെങ്കിൽ എന്റെ പേരും കൊടുക്കണോട്ടോ പറഞ്ഞു. അപ്പൊ അച്ഛൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അവസാനം അങ്ങനെ പേര് കൊടുക്കും. എന്തായാലും നമ്മള് ടൂർ അതെന്തായാലും അടിപൊളി, ഒന്നും പറയാനില്ല. നമുക്ക് ഡാൻസിന്റെ കാര്യമാണെങ്കിലും ഫുഡിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ട്രാവലിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. അതിലൊരു കുറവും വന്നിട്ടില്ല. നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. എന്താ പറയാ, ഇപ്പൊ ഇതിന്റെ ഫസ്റ്റ് എന്തായാലും കുഞ്ഞമ്മായിക്കനാണ് അതിന്റെ ക്രെഡിറ്റ്. അതിലൊന്നും വേറൊന്നും പറയാനില്ല. കുഞ്ഞമ്മായി അവിടെ നമുക്കൊരു ടൂർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് പോകും, ഉറപ്പാണ്. പിന്നെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുമായിരിക്കും. പക്ഷെ അതെ എന്താണെന്നുണ്ടെങ്കിലും അതെന്തായാലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മോശമാണ്. അതത്രേ ഉള്ളൂ. പിന്നൊരു കാര്യം, ഞാനും കുറച്ച് നടന്നു. അതെന്താന്ന് വെച്ചാല് ഞങ്ങളെ അറിവില്ലായ്മയെന്ന് ഞങ്ങള് ഫുട്ബോളും മറ്റേ സ്കേറ്റിംഗ് ബോർഡൊക്കെ കൊണ്ട് അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് പോലും പറഞ്ഞു അവിടെ കയറ്റാൻ പറ്റൂല, തിരിച്ചു പറഞ്ഞു. അപ്പൊ ഇനി ആരെങ്കിലും ഊട്ടിക്ക് പ്ലാൻ ചെയ്യുമ്പോ ഇങ്ങനത്തെ സാധനം കൊണ്ടുവരുന്നു പറയണത് അത് നല്ലൊരു ഇൻഫർമേഷൻ ആണ്. കാരണം അവിടുന്ന് ഞങ്ങള് തിരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വരും. കാരണം ഞങ്ങൾ കുഴങ്ങി അവിടെ പോയി തിരിച്ചു വന്നപ്പോ. അപ്പൊ അതൊന്നും എല്ലാരും ഒന്ന് പറഞ്ഞു കൊടുക്കാം. വേറെ എല്ലാ കാര്യങ്ങളും അടിപൊളിയൊന്നും വേറൊന്നും പറയാനില്ല. ഉഷാറ്. അടുത്തത് നമ്മൾ ഇതിലും അടിപൊളിയാക്കിയിട്ട് നമ്മള് ഉഷാറാക്കും. ഓക്കെ, താങ്ക് യു. അടിപൊളിയായിട്ട് വൈബായിട്ട് ശ്രീകുട്ടന്റെ കയ്യിലായിരുന്നു. എല്ലാരും അടിപൊളിയായി. ഓക്കെ. അടുത്തതായിട്ട് കൃഷ്ണേട്ടനോട് കൃഷ്ണേട്ടനെ 2 വാക്ക് പറയാൻ വേണ്ടി ക്ഷണിച്ചോളുന്നു. കൃഷ്ണേട്ടനും അതേപോലെ തന്നെ നമ്മളുടെ ഈ യാത്രയിൽ പങ്കെടുക്കുക നല്ലൊരു അനുഭവമായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമ്മളുടെ ഈ യാത്രയിൽ പങ്കുചേർന്നിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണേട്ടൻ തന്നെ ഈ യാത്ര സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ എന്ന് വിശദമായി പറയും എന്ന് വിചാരിക്കുകയാണ്. അതേപോലെ തന്നെ തങ്കാൾ ചേച്ചിന്റെ ഏട്ടൻ നല്ല ഒറ്റക്കാണല്ലേ. അതാണ് ഹലോ കണ്ണ, മറ്റൊന്നും പറയണ്ട. നമ്മളുടെ ഈ യാത്ര ഉണ്ടാവാനുള്ള കാരണം ആരാണെന്ന് അത് ചിലപ്പോ കണ്ണൻ അറിയാൻ സാധ്യത കുറവായിരിക്കും അല്ലെ. എന്റെ ചോന ഗ്രൂപ്പിലൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും പറയാണ്, അത് പറഞ്ഞാലും മതി. നമുക്ക് ഈ യാത്ര ആരാണ് സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ കുഞ്ഞമ്മായിയാണ്. കുഞ്ഞമ്മായി എന്ന് പറയാം, കുഞ്ഞമ്മായിയാണ്. അപ്പോ ഇനി അടുത്ത യാത്ര കണ്ണനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കണ്ണ ഈ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കണ്ണൻ പറയും. അപ്പൊ എന്നാലുള്ള കണ്ണനെ കൊണ്ടുപോട്ടോ. അല്ല, ഡാൻസ് കളിക്കാനുള്ള അവസരം എത്ര നേരം ഡാൻസ് കളിച്ച് ക്ഷീണിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് ഡാൻസ് ഒക്കെ നിർത്തിയത്. അപ്പൊ കണ്ണന്റെ അനുഭവം ഈ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി ആണെങ്കിൽ ഹാപ്പി എന്ന് തീർത്ത് പറയണം. അപ്പൊ പിന്നെ അടുത്ത യാത്ര എങ്ങോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം. അതായത് ഈ യാത്ര നമ്മൾ ഊട്ടിക്കാണ് വന്നത്. അപ്പൊ അടുത്തൊരു യാത്ര എവിടേക്ക് പോകണം എന്നുള്ളതിനെ പറ്റി ഒരു അല്ലാതെ മൈക്കയുടെ പറയും. മൈക്ക പറയണേ. ടൂറ് പോയതിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ. അത് മതി. അടുത്ത
അത് കൊണ്ടുപോയ കുഞ്ഞമ്മായിനും എനിക്ക് ഭയങ്കര ഇഷ്ടം. പൊതിച്ചപ്പോ കൂടി പൊതിക്കാറ്. അല്ല, ഓരോരുത്തരുടെ അഭിപ്രായം പറയേണ്ടതേ തീരുമാനിച്ചിട്ടില്ല നമ്മള്. കൊടൈക്കനാൽ. ഓക്കെ 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 ഓക്കെ. അപ്പൊ കണ്ണന്റെ അഭിപ്രായം കൊടൈക്കനാൽ പോകണമെന്നാണ്. അപ്പൊ ഒന്ന് എഴുതി വെക്കണേ പേര്. അല്ല, ഓരോരുത്തരെ അഭിപ്രായം പറയുന്നത് ഒന്ന് വേറെ എഴുതിയേക്കോ. 2 ബസ്സൊക്കെ വാങ്ങോ? 2 ബസ്സാകുമ്പോ അത്ര ഒരു വൈബ് ഉണ്ടാവില്ല അല്ലേ? അപ്പൊ അടുത്തതായിട്ട് അർജുൻ, ആദി. അതേപോലെ തന്നെ രഘുവും അഞ്ജും. അവരെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാല് അവര് വാഹനത്തിലില്ല, എന്നാലും നമ്മളുടെ ഈ യാത്ര വാട്സപ്പിലൂടെ അവരറിഞ്ഞിട്ട് അവരുടെ കാറുമായിട്ട് നമ്മളെ കൂടെ അവര് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവർക്കും തന്നെ നല്ലൊരു കൈയടി കിട്ടുണ്ടോ, നല്ലൊരു കൈയടി അഞ്ജുനും രഘുവിനും. ആ ചെറിയ കുട്ടീനെ കൊണ്ട് നമ്മളുടെ കൂടെ ഒരു ഹാപ്പി സന്തോഷത്തിന് വേണ്ടി വന്നതാണ്. അപ്പൊ അവർക്കും നല്ലൊരു കൈയടി. നല്ലൊരു കൈയടി. അപ്പോ അതുപോലെ തന്നെ ഇനി ആദർശിനെ പറ്റി പറയുകയാണെങ്കിൽ ആദർശ് നല്ല കുട്ടിയാണ്. ഫുട്ബോൾ കളിക്കാനൊക്കെ നല്ല സൂപ്പറാണ്. ഫുട്ബോൾ സോക്കറാണ്. ഒരു ദിവസം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പിടിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. അതാണ് ഉറങ്ങല്. ആദർശ് വയറുവേദന. കുട്ടികളെ കാരണം നമ്മൾ പരിഗണിച്ചിട്ടില്ലല്ലേ. സച്ചു ഇവിടെ നമ്മളെ ആക്റ്റീവ് ആയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങിയിട്ടും സച്ചു ഇറങ്ങിയിട്ടില്ല. അപ്പൊ സച്ചുവിന് ഈ യാത്ര സന്തോഷമായിരുന്നോ ഒന്ന് പറയണം. അതേപോലെ തന്നെ അടുത്ത യാത്ര നമുക്ക് എവിടേക്കാ പോകേണ്ടത് എന്നുള്ളതൊന്നും സച്ചു പറയും. സച്ചു പറയും. ഈ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ യാത്ര നല്ല സൂപ്പറായിരുന്നു. ഇതേപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടൂർ പോണത്. അത് ഊട്ടിക്ക് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതിനേക്കാളും സന്തോഷമുണ്ട് എനിക്ക് എന്റെ കുടുംബത്തിന്റെ ഒപ്പം പോകും. പിന്നെ പറയും. അതേപോലെ തന്നെ അടുത്ത പ്രാവശ്യം ഓക്കെ ഓക്കെ. ഓന്റെ പേര് ഇപ്പൊ തന്നെ എഴുതി വെക്കണ്ടോ? പോണ്ടത് അടുത്തോട്ടം സിംഗപ്പൂർ. ചെറിയ ആഗ്രഹമുള്ളൂ. ഓക്കെ ഓക്കെ, നല്ലൊരു കൈ എടുക്കും. ഒരു സിംഗപ്പൂരാണ്. അതാണ് അല്ല നമുക്കിപ്പോ സിംഗപ്പൂർക്ക് ഒരു ട്രിപ്പ് എന്താ അതൊന്നും ഇപ്പൊ സുജ മാഡം ഇവിടെ അല്ലേ, പിന്നെന്തിനാ നമ്മള് പേടിക്കണേ? അപ്പൊ സിംഗപ്പൂർ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ ആദർശ് വരുന്നുണ്ട്. ആദർശ് ആദർശ. അടുത്തതായിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട വലിയ ചേച്ചി അതേപോലെ തന്നെ ചുരിദാറിട്ടാണ് വന്നിട്ടുണ്ട്. ആ ചുരിദാറിട്ട് നല്ലൊരു കൈയടിക്കോ. അതേപോലെ തന്നെ വലിയ ചേച്ചി തന്നെ ഈ നമ്മളുടെ കൂടെ പോരണം ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളുടെ കൂടെ യാത്രയിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോ വലിയ ചേച്ചിയുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയും എന്ന് വിചാരിക്കുന്നു. അടുത്ത യാത്ര എങ്ങോട്ട് പോകണം എന്നുള്ളതും
ഒരു പട്ടാളക്കാരനെ കാണാൻ അതേപോലെ തന്നെ സുന്ദരനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി മാത്രമാണ് അവൻ ലീവ് എടുത്ത് ഇവിടെ വന്നിട്ടുള്ളത്. അവൻ സുന്ദരന് നല്ലൊരു കൈയ്യടി. സുന്ദരന്റെ അമൃത ഉറങ്ങി തോന്നുന്നുണ്ട് അല്ലേ? ഞാനും കേൾക്കുന്നുണ്ടാവും. അപ്പൂസിനെ പിടിച്ചോണ്ടിരി. കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മള് ഇനി ആരെങ്കിലും അഭിപ്രായം പറയാൻ തയ്യാറുണ്ടെങ്കിൽ കടന്നു വരിക. അപ്പൊ എല്ലാം കൊണ്ടും ഈ യാത്ര എല്ലാവർക്കും ഒരുപാട് സന്തോഷം നിറഞ്ഞതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത പോക്കില് നമ്മളെ കോർഡിനേറ്റർ സുജാതന്നെ തീരുമാനിച്ചു എന്ന് സജി പറഞ്ഞിട്ടുണ്ട്. അതിനല്ലാതെ അഭിനന്ദനങ്ങൾ ഉണ്ട് കേട്ടോ. കാരണം മാമയാണ് ഇതിന്റെ ഒപ്പം കട്ടക്ക് നിൽക്കണ മാമ. പിന്നെ നമ്മളെ ക്യാമറമാൻ ശ്രീരാഗ് ആ ടീമും എല്ലാരും ഉഷാറായിട്ടുണ്ട്. പറയാൻ പറഞ്ഞതാണ്. അളിയന്റെ ഒരിയാണ് സച്ചിനൊക്കെ കൊണ്ടുവന്നത്. അല്ല, സത്യേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ രാവിലെ 5 മണിക്ക് നീച്ചിട്ട് ചോല വരെ വണ്ടി പിടിച്ച് പിന്നെ റീനേനെ കൊണ്ടുവന്നാക്കിയില്ലേ? കണ്ണനെ എങ്ങനെയൊന്ന് കുട്ടികളെ കൊണ്ടുവന്നത് ആളിനെ. അതല്ലേ, കുട്ടികളെ ചെലവൊക്കെ അളിയന് വായിച്ചിട്ടുണ്ട്, സത്യേട്ടൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ സത്യേട്ടന് തന്നെ നല്ലൊരു കൈയടി കേട്ടോ, നല്ലൊരു കൈയടി. സത്യേട്ടന് പിന്നെ പോരാ കൊടുങ്ങല്ലൂർ പോകുന്നതുകൊണ്ടാണ് ഇതില് യാത്രയിൽ പങ്കെടുക്കാൻ പറ്റാത്തത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു യാത്രയുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ഒരു പരിപാടി ഇതിലും വൻ വിജയമാക്കാൻ സുജ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അധികം വെറുപ്പിക്കുന്നില്ല. എന്റെ പ്രിയതമ കുറെ നേരമായി അവിടെ കൈയാട്ടി തുടങ്ങി. ഒന്ന് നിർത്തി മച്ചാ. ഞാനാണെങ്കിൽ നിർത്തുന്നില്ല. ഏതായാലും ലാസ്റ്റ് നിർത്തിയാണ്, ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു. തിരിക്കാൻ പോവാ. അപ്പൊ ബസ് ഇറങ്ങി നമ്മൾ ബസ് പോവുകയാണ്. നമ്മളിവിടെ ആക്കിയിട്ട് ഓക്കെ